നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ്. 23 വയസ്സുള്ളൊരു പെൺകുട്ടി ആത്മഹത്യാശ്രമം നടത്തി അതിനെ തുടർന്ന് ആശുപത്രിയിലാവുകയാണ്. പാരസെറ്റമോളിൻ്റെ 20 ഗുളികകൾ എടുത്ത് കഴിച്ചാണ് അവൾ മരിക്കാൻ ശ്രമം നടത്തിയത്. എൻജിനീയറിംഗ് ബിരുദധാരിണിയായ ഈ പെൺകുട്ടി ഒരു വലിയ കമ്പനിയിൽ എൻജിനീയറായിട്ട് ജോലിക്ക് കയറിയിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. എല്ലാ രീതിയിലും സന്തോഷകരമായ ജീവിതമാണ് എന്നാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. മാതാപിതാക്കൾ പറയുന്നത് അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല, അവൾ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, എല്ലാം 1ാം സ്ഥാനത്തിൽ പാസ്സായ ഒരു വ്യക്തിയാണ്. 8ാം സെമസ്റ്റർ എഞ്ചിനീയറിങ്ങിന് പഠിക്കുമ്പോൾ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ഒരു വളരെ പ്രമുഖമായ കമ്പനിയിൽ ഉന്നത ശമ്പളത്തോടെ ജോലി കയറി. ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് അവൾ കാഴ്ചവെക്കുന്നത്. അവൾക്ക് ഒരു വിഷമവും ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളാണെങ്കിൽ ഒരു തരത്തിലും അവളെ പ്രയാസപ്പെടുത്തിയിട്ടുമില്ല. എല്ലാ തരത്തിൽ അവൾക്ക് വേണ്ടുന്നതെല്ലാം ഞങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അവളിങ്ങനെ ഒരു ആത്മഹത്യാശ്രമം നടത്തിയത്? ഇതാണ് മാതാപിതാക്കൾ ചോദിക്കുന്നത്. നമ്മൾ ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ആ കുട്ടി പറയുന്നു, കഴിഞ്ഞ 3 മാസമായിട്ട് വല്ലാത്ത വിഷമകരമായ അവസ്ഥയിലൂടെയാണ് അവൾ കടന്നു പോകുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇനി എന്ത് ചെയ്യണം എന്നൊരു ദിശാബോധമില്ലായ്മ, ചെയ്യുന്ന ജോലി ആസ്വദിക്കാൻ പറ്റുന്നില്ല. ആദ്യമൊക്കെ വളരെ താല്പര്യത്തോടെ ജോലി ചെയ്തിരുന്ന അവൾ ഇപ്പോൾ ഓഫീസിൽ പോകുന്നത് തന്നെ കഷ്ടപ്പെട്ടാണ്. അവിടെ ചെന്നിരിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടവും ഒരു മരവിപ്പും ഒക്കെയാണ് തോന്നുന്നത്. ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, ആൾക്കാരോട് സംസാരിക്കാൻ തോന്നുന്നില്ല. ശരീരത്തിന് വല്ലാത്തൊരു കെൽപ്പില്ലായ്മയും ക്ഷീണമൊക്കെ വരികയാണ്. കട്ടിൽ തന്നെ മണിക്കൂറുകളോളം കിടക്കാൻ തോന്നുന്നു. എന്നാൽ ഉറക്കമുട്ട് വരുന്നുമില്ല. രാത്രിയിൽ കിടന്നാൽ ഉടനെ ഉറങ്ങും, പക്ഷേ ഒരു അർദ്ധരാത്രി കഴിയുമ്പോഴത്തേക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉണർന്നു പോകുന്നു. പിന്നെ ഉറക്കം പൂർത്തീകരിക്കാനാകുന്നില്ല. വിശപ്പ് തോന്നുന്നില്ല, താല്പര്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ പോലും കഴിക്കാൻ തോന്നുന്നില്ല. എന്തൊക്കെയോ നെഗറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് വരികയാണ്. അതിനെ തുടർന്ന് ജീവിതം ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ഒരു പ്രതീക്ഷയുമില്ല എന്നൊക്കെ തോന്നുന്നു. ഓഫീസിലുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനോട് കാര്യങ്ങൾ പറഞ്ഞു. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. വീട്ടിൽ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇതൊക്കെ നിൻ്റെ മനസ്സിൻ്റെ തോന്നലുകൾ മാത്രമാണ്. നീ ദിവസവും വൈകുന്നേരം ബീച്ചിൽ പോയി ഒരു 1 മണിക്കൂർ നടക്ക്, 2 സിനിമകളൊക്കെ കാണ്, അതോടുകൂടി നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ചെയ്തു. ഇതൊന്നും ചെയ്തിട്ടും പ്രശ്നം മാറുന്നില്ല. പ്രശ്നം കൂടിക്കൂടി വന്നു. അവസാനം ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല എന്ന് തോന്നി ഈ ഗുളികകളെല്ലാം കൂടെ എടുത്ത് കഴിച്ചു. ഈ പെൺകുട്ടി അനുഭവിക്കുന്നത് വിഷാദ രോഗം അഥവാ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ലക്ഷണമാണ്. ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട്, മാനസികാരോഗ്യ പ്രശ്നങ്ങളിലെ ജലദോഷമാണ് വിഷാദരോഗം. അത്ര സാർവത്രികമാണ്. സ്ത്രീകളിൽ 20% പേർക്കും പുരുഷന്മാരിൽ 10% പേർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷാദരോഗം വന്നുപെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ വിഷാദരോഗമുണ്ടോ എന്ന് തിരിച്ചറിയാൻ 9 ലക്ഷണങ്ങളാണ്. 1ാമത്തെ ലക്ഷണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടഭാവമാണ്. 2, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ലായ്മ, അത് ജോലിയായാലും പഠനമായാലും വിനോദമായാലും. 3, അകാരണമായ ക്ഷീണം, എപ്പോഴും കിടക്കണമെന്ന് തോന്നുന്നു, വല്ലാത്ത ശാരീരിക അവശത, എന്നാൽ ശരീരം കൊണ്ട് അടുത്ത സമയത്തൊന്നും ഒരു തരത്തിലുള്ള അധ്വാനവും ചെയ്തിട്ടുമില്ല. 4ാമത്തേത് ഉറക്കക്കുറവാണ്. സാധാരണ ഉണരുന്ന സമയത്തേക്കാൾ 2 മണിക്കൂറെങ്കിലും നേരത്തെ ഉണർന്നു പോകുന്നു. പിന്നെ ഉറക്കം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഉറക്കം പൂർണ്ണമായി നഷ്ടപ്പെടുന്നൊരവസ്ഥ വരും. 5ാമത്തെ ലക്ഷണം വിശപ്പില്ലായ്മയാണ്. വളരെ താല്പര്യത്തോടെ കഴിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾ പോലും കഴിക്കാൻ താല്പര്യം തോന്നുന്നില്ല. 6ാമത്തേത് ഏകാഗ്രത കുറവാണ്. ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ചിന്തകൾ കടലിലെ തിരമാലകൾ പോലെ അരച്ചെത്തി ആ ശ്രദ്ധ പതറിപ്പോകുന്നൊരവസ്ഥ വരുന്നു. 7ാമത്തേത് ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഗതിവേഗത്തിലുള്ള കുറവാണ്. ഒരു കാര്യം ചെയ്യാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഒരുപാട് സമയമെടുക്കുന്നു അത് ചെയ്യാൻ. ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് മറുപടി പറയാൻ ഒരുപാട് സമയമെടുക്കുന്നു. മുൻപൊന്നും ഇല്ലാത്ത പോലെ ഒരു മന്ദത സംസാരത്തിലും പ്രവൃത്തികളിലും പ്രകടമാവുന്നു. 8ാമത്തെ ലക്ഷണം നിരാശയും പ്രതീക്ഷയില്ലായ്മയുമാണ്. ജീവിതം ഇനി ഇങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, വലിയ ഹോപ്പൊന്നുമില്ല എന്നൊരു തോന്നൽ വരുന്നു. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ ഈ ഗതികേട് ആരും തിരിച്ചറിയുന്നില്ല, എനിക്കാരുമില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നു. ഇപ്പോൾ ഉണ്ടായ ഈ അവസ്ഥ പണ്ട് എപ്പോഴോ ചെയ്ത, വളരെ സ്വാഭാവികമായി ചെയ്ത ഒരു കാര്യത്തിന് ദൈവം തന്ന ശിക്ഷയാണ് എന്നുള്ള അകാരണമായ അനാവശ്യമായ കുറ്റബോധം മനസ്സിൽ സ്ഥാനം പിടിക്കുന്നു. വിഷാദം തീവ്രമാകുമ്പോൾ ഒരു തോന്നൽ വരുന്നു, ഞാൻ എൻ്റെ ബന്ധുക്കൾക്കൊരു ബാധ്യതയാണ്, എൻ്റെ കുടുംബത്തിന് ഞാനൊരു ഭാരമാണ് എന്നൊരു തോന്നൽ വരുന്നു. ഈ ഒരു തോന്നൽ വന്നാൽ പിന്നെ നമുക്കറിയാം അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും. അതാണ് 9ാമത്തെ ലക്ഷണം, മരിക്കണമെന്നുള്ള ആഗ്രഹവും ആത്മഹത്യാ പ്രവണതയും. ഈ 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും 2 ആഴ്ചക്കാലം തുടർച്ചയായി നീണ്ടു നിന്നാൽ ആ വ്യക്തി ചികിത്സ ആവശ്യമുള്ള വിഷാദ രോഗത്തിലൂടെ കടന്നു പോകുന്നു എന്നർത്ഥം.
ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട്, ആത്മഹത്യയുടെ ലോകവ്യാപകമായി കാണപ്പെടുന്ന ഏറ്റവും സാധാരണവും ഏറ്റവും അനായാസം പ്രതിരോധിക്കാൻ കഴിയുന്നതുമായ കാരണമാണ് വിഷാദരോഗം. രണ്ട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ വിഷാദരോഗം കണ്ടെത്തി ചികിത്സിച്ചാൽ അത് പൂർണ്ണമായിട്ട് മാറ്റാം. വിഷാദം ചികിത്സിച്ചാൽ ആത്മഹത്യകൾ തടയാം. ചികിത്സിക്കപ്പെടാതെ പോകുന്ന വിഷാദം ആത്മഹത്യകൾക്ക് വഴിതെളിക്കാം. തലച്ചോറിലെ സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയ ചില രാസവസ്തുക്കളുടെ അളവ് കുറയുന്നതാണ് വിഷാദത്തിൻ്റെ പ്രധാന കാരണം. ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിൻ്റെ പ്രധാന ചികിത്സ. ഇതോടൊപ്പം ചിന്താവൈകല്യങ്ങൾ തിരുത്താനുള്ള ബൗദ്ധിക പെരുമാറ്റ ചികിത്സ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇൻ്റർപേഴ്സണൽ തെറാപ്പി, അതോടൊപ്പം ഈ മനസ്സ് അലഞ്ഞു തിരിയാതെ വർത്തമാനകാലത്തിലേക്ക് പരിപൂർണമായി അതിനെ കൊണ്ടുവരാനുള്ള മനോനിറവ് അധിഷ്ഠിത ചികിത്സകൾ, ഇങ്ങനെ ധാരാളം മനഃശാസ്ത്ര ചികിത്സകളുമുണ്ട്. സാധാരണഗതിയിൽ 9 മാസക്കാലത്തെ ചികിത്സ കൊണ്ട് ആദ്യമായി ഒരു മനുഷ്യന് വരുന്ന വിഷാദം പൂർണ്ണമായി മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് മരുന്നിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്ന് നിർത്താനും സാധിക്കും. അപ്പോൾ പൂർണ്ണമായും ചികിത്സയിലൂടെ ഭേദപ്പെടുത്താവുന്ന ഒരു അവസ്ഥ തന്നെയാണ് വിഷാദം. എന്നാൽ ചികിത്സിക്കപ്പെടാത്ത വിഷാദം ആത്മഹത്യകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. നമസ്കാരം.